ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങളിത് ഓപ്പൺ ചെയ്തത്, ആ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സഫലമാകട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. പ്രാർത്ഥന കേട്ടനായി നന്ദി. താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ രണ്ട് കൂട്ടരായിരിക്കും ഈ വീഡിയോ കാണുന്നത്. ഒന്ന് മൂവ് ഓൺ ചെയ്ത വ്യക്തികളും മറ്റ് ചിലത് റീയൂണിയന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വ്യക്തികളും. ഓക്കെ, അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഉള്ള റീഡിംഗ് ആണ്. നിങ്ങളിനി എന്താണ് ചെയ്യേണ്ടതെന്ന് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഓക്കെ, ഇത് റീയൂണിയൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ഇത് മൂവ് ഓൺ ചെയ്ത വ്യക്തികൾ. ഓക്കെ, മൂവ് ഓൺ ചെയ്ത് ഈ ഒരു പേഴ്സണിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത വ്യക്തികളാണിത്. ഇത് റീയൂണിയൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് ലഭിക്കണമേ. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് ലഭിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് റീയൂണിയൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് എന്താണ് വേണ്ടതെന്ന്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് 10 ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. 10 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. ഹാപ്പി മാരേജ് ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ക്ലാരിഫൈ ചെയ്യാം. ഏറ്റവും സ്നേഹമുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങളിപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് കഴിഞ്ഞു വരാൻ പോകുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പെയിൻ സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറുന്നതായിരിക്കും. സ്പീഡിന് അധികം താമസമില്ല. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു റീയൂണിയൻ സംഭവിക്കുന്നതാണ്. ഈ പെയിൻ സിറ്റുവേഷനിൽ നിന്നെല്ലാം നിങ്ങൾ മാറും. 10 ഓഫ് കപ്പിൻ്റെ എനർജിയിലേക്ക് നിങ്ങൾ മാറുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക. യൂണിവേഴ്സിന് കടന്നു വരുന്നതിന് വേണ്ടി, യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പേസ് കൊടുക്കുക. ഇത്രയും വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ലൈഫിൽ നിന്ന് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ അതെല്ലാം മാറിപ്പോകുന്നതായിരിക്കും. താങ്ക് യു യൂണിവേഴ്സ്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 7 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. യൂണിവേഴ്സ് പറയാണ്, നിങ്ങൾ ആവശ്യമില്ലാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ച് കൂട്ടിയിരിക്കുകയും നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ ചിന്തിക്കുക. അഫർമേഷൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യരുത്. നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നശിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള 10 ഓഫ് കപ്പിൻ്റെ എനർജി നിങ്ങളിലേക്ക് വന്നു ചേരത്തില്ല. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾക്ക് സമയം അനുകൂലമാകുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അധികമായി തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു വിജയം വരുന്നതായിരിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അടുത്തത് നമുക്ക് മൂവ് ഓൺ ചെയ്ത വ്യക്തികളുടെ നോക്കാം. റിലേഷൻഷിപ്പ് എല്ലാം മൂവ് ഓൺ ചെയ്ത് പോയ വ്യക്തികളുടെ ലൈഫിലേക്ക് നോക്കാം. 7 ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. ഒരു കനിക്കകത്തിരിക്കുന്ന, ഒരു ഫലത്തിൻ്റെ അകത്തിരിക്കുന്ന സീഡ് എങ്ങനെയാണോ ഫ്യൂച്ചറിൽ ഏറ്റവും വലിയ ഒരു മരമായി മറ്റുള്ളവർക്ക് സഹായമായി ഒരുപാട് അബണ്ടൻസ് തരുന്നത്, അതുപോലെയാണ് നിങ്ങളുടെ ലൈഫും. ജീവിതത്തിൽ ഒരു വഴിത്തിരിവാണ് നിങ്ങൾക്ക് സംഭവിച്ചതെന്നും അതിൽ നിന്നും നിങ്ങൾ ലെസൺ പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെടുത്തതായ ചില ആക്ഷനുകൾ, ആ ആക്ഷനിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എവിടെയാണോ നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചത് അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങൾക്കൊരു ടേണിംഗ് പോയിൻ്റ് ആണ്. നിങ്ങളുടെ ലൈഫ് ഒരു നല്ല ദിശയിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. ആവശ്യമില്ലാത്തതായിട്ടുള്ള
ഉത്കണ്ഠ, അതൊന്നും നിങ്ങൾക്ക് പാടില്ല. അതെല്ലാം ഉപേക്ഷിക്കുക. നിങ്ങൾ അത്രത്തോളം സ്ട്രോങ് ആയതുകൊണ്ട്, യൂണിവേഴ്സ് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ ഈ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ നിങ്ങൾ സഹിക്കേണ്ടതായ അപ്പുറം നിങ്ങൾ സഹിച്ചു കഴിഞ്ഞു, ക്ഷമിക്കേണ്ടതായിട്ടുള്ള അത്രയും നിങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞു. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഇത്രത്തോളം സ്നേഹമുള്ള അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിന് ഇത്രയും സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയെ യൂണിവേഴ്സ് തകർക്കാൻ തയ്യാറാകുന്നില്ല. നിങ്ങളുടെ മാനസികാവസ്ഥ അത്രയ്ക്കും തകർന്നു പോകുന്നത് കൊണ്ടാണ് ആ റിലേഷനെ നിങ്ങളിൽ നിന്നും യൂണിവേഴ്സ് മാറ്റിയത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അതിന് വേണ്ടിയിട്ട് വിഷമിക്കരുത്. നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിന്തിക്കുക, പ്ലാൻ ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് പറയുന്നത്. നമുക്ക് ക്ലാരിറ്റി ചോദിക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് ഇവിടെ 7 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? നിങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ റിലേഷൻഷിപ്പിനെ ഓർത്ത് നിങ്ങൾ ഇപ്പോഴും വിഷമിച്ചിരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്കെല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലുമല്ല. അവിടെ നിന്ന് നിങ്ങൾക്കൊരു യൂണിവേഴ്സ് മാറ്റി വെച്ചിരിക്കുന്നതായിട്ടുള്ള ഓഫർ നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ജീവിതം ഒരിക്കലും അവസാനിച്ചു പോയിട്ടില്ല. നിങ്ങൾക്ക് യൂണിവേഴ്സ് ഇവിടെ ഓഫർ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇവിടെ യൂണിവേഴ്സിൻ്റെതായിട്ടുള്ള ഒരു ബ്രിഡ്ജ് കാണാം, ഒരു പാലം കാണാം. ആ പാലത്തിൽ കൂടി കയറി നിങ്ങൾക്ക് ഇവിടെ എത്തേണ്ടതാണ്. ഓക്കെ, സ്റ്റേബിളായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. നിങ്ങളുടെ ലൈഫ് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ സംഭവിച്ചതെല്ലാം നിങ്ങളുടെ നല്ലതിനെന്ന് വിചാരിച്ച് നിങ്ങൾക്കൊരു ടേണിംഗ് പോയിൻ്റാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് തിരിഞ്ഞ് നിങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോഴും ആ പഴയ കാര്യത്തിലേക്ക് ഓർത്ത്, നഷ്ടത്തെ ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കാതെ മൂവ് ഓൺ ചെയ്ത വ്യക്തികൾ ഇപ്പോഴും ആ റിലേഷൻഷിപ്പിനെ ഓർത്തിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുമോ? മൂവ് ഓൺ ചെയ്ത വ്യക്തികൾക്കാണ് അത് പൂർണ്ണമായിട്ടും അവസാനിച്ചിരിക്കുന്ന കപ്പുകളാണ്. നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് 2 കപ്പ് നിങ്ങൾക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇമോഷണലായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് ഒരുക്കി വെച്ചിരിക്കുന്നത് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുകയുള്ളൂ. യൂണിവേഴ്സ് ഒരുക്കി വെക്കാത്തതൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളിലേക്ക് വരത്തില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 7, 5, ഇവിടെ വന്നിരിക്കുന്നത് 3, 10 ആണ് വന്നിരിക്കുന്നത്. 10 ഇവിടെയും വന്നിട്ടുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലുണ്ട്. ഓക്കെ, ഇവിടെയും ന്യൂ ബിഗിനിങ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റൊരു വ്യക്തി കടന്നു വരുന്നതായിരിക്കും. അടുത്തത് ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, റീയൂണിയൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക്. ഓക്കെ, 6 ഓഫ് പെൻറ്റിക്കിൾ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് വരും. ഈ നിമിഷം നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ, കണ്ണീര് നിങ്ങളിലേക്ക് വരും. ഈ വീഡിയോ കാണുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ കരഞ്ഞുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ കരഞ്ഞുകൊണ്ട് വേണം നിങ്ങൾക്ക് പിന്നീടുള്ള ലൈഫ് മുന്നോട്ട് പോകാൻ. അപ്പം നിങ്ങൾ എന്താണോ വിതയ്ക്കുന്നത് അത് മാത്രമാണ് കൊയ്യുന്നത്. നിങ്ങൾ ഓരോ ദിവസവും കണ്ണീരാണ് വിതയ്ക്കുന്നെങ്കിൽ അതിനിരട്ടി പിറ്റേ ദിവസം നിങ്ങൾ കൊയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇന്ന് നിങ്ങൾ ഒരു 5 മണിക്കൂർ കരഞ്ഞു എന്ന് വെക്കട്ടെ, അടുത്ത ദിവസം നിങ്ങൾ 15 മണിക്കൂർ നിങ്ങൾ കരയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരും. അപ്പം നിങ്ങൾ എന്ത് വിതയ്ക്കുന്നോ, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, ഇന്ന് അല്പ ദിവസം നിങ്ങൾ ഒരു 5 മിനിറ്റ് നിങ്ങൾ സന്തോഷിച്ചു എന്നിരിക്കട്ടെ, നാളെ നിങ്ങൾ 15 മിനിറ്റ് സന്തോഷിക്കുന്നതിന് യൂണിവേഴ്സ് കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ട് നിൽക്കും. ഓക്കെ, നമ്മൾ എന്താണോ ഇടുന്നത് അത് യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് പലിശ സഹിതം തിരിച്ചു തരികയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ എന്തെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പലിശ സഹിതം നമുക്ക് തിരിച്ചു തരും. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയാണ്, നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പം യൂണിവേഴ്സിന് സങ്കടം എങ്ങനെയൊന്നും അറിയത്തില്ല. എന്താണോ വരുന്നത് അത് നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് തിരിച്ചു തരിക എന്നുള്ളത് മാത്രമേ യൂണിവേഴ്സ് എനർജിയിൽ അറിയാമോ. അപ്പം നിങ്ങൾ കണ്ണീരാണ് കൊടുക്കുന്നതെങ്കിൽ ആ കണ്ണീരിനെ ശേഖരിച്ച് വെച്ചിട്ട് നാളെ എൻ്റെ പേഴ്സൺ ഇത്രയും കരഞ്ഞു, അവർ ഏറ്റവും ആഗ്രഹിക്കുന്നത് ഈ കണ്ണീരിനാണ്, അവർ വിതച്ചിരിക്കുന്നത് കണ്ണീര്, അതുകൊണ്ട് അവർക്ക് നാളെ ഒരു വലിയ ബാറിൽ നിറച്ച് കണ്ണീര് തിരിച്ചു കൊടുത്തേക്കാം എന്ന് വിചാരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കരയാൻ നിൽക്കരുത്. നിങ്ങൾ കരച്ചിൽ നിങ്ങൾ അവസാനിപ്പിക്കുക. നിങ്ങൾ ഇന്ന് സന്തോഷിക്കുകയാണെങ്കിൽ നാളെ നിങ്ങളുടെ സന്തോഷം കൂടും, വീണ്ടും കൂടും. അങ്ങനെ നിങ്ങൾ എന്താണോ വിതയ്ക്കുന്നത്, നിങ്ങളുടെ ഫ്യൂച്ചറായിട്ട് നിങ്ങൾ വിതച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങൾ റീയൂണിയൻ ആഗ്രഹിക്കുന്നോ, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, സന്തോഷിക്കുക, ഹാപ്പി ആയിരിക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. നിങ്ങൾ മറ്റൊരു വ്യക്തികളോടും സ്നേഹം കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങളോടും നിങ്ങളുടെ പേഴ്സൺ സ്നേഹം കാണിക്കില്ല.
നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക, അവരോട് സംസാരിക്കുക, അവരെ സന്തോഷിപ്പിക്കുക. അപ്പം നിങ്ങളിലേക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ സന്തോഷവും സ്നേഹവും നിങ്ങളിലേക്ക് കടന്നു വരും. നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അടുത്ത നമുക്ക് മൂവ് ഓൺ ചെയ്ത വ്യക്തികളുടെ ഇതിന് ക്ലാരിറ്റി കിട്ടിയില്ല. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിൾ വന്നതെന്ന് നോക്കാം. നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്താണോ, ഇത് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് യൂണിവേഴ്സ് ചോദിക്കുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങളിലും നിങ്ങൾ നോക്കുന്നില്ല. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ സന്തോഷം കൊണ്ട് തരുന്നുണ്ട്. ആരെങ്കിലും നിങ്ങളെ ഹാപ്പി ആക്കാൻ വേണ്ടി നിങ്ങളടുത്ത് ഉപദേശങ്ങൾ തരുന്നുണ്ട്. യൂണിവേഴ്സിൽ നിന്ന് മെസ്സേജ് തരുന്നുണ്ട്. നിങ്ങൾ പല ടാരോ റീഡിങ് കാണുന്നുണ്ട്. ആ ടാരോ റീഡിങ്ങിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മെസ്സേജ് ലഭിക്കുന്നുണ്ട്. സെൽഫ് ലവ് ചെയ്യണം, മൂവ് ഓൺ ചെയ്യണം, വിഷമിച്ചിരിക്കരുത് എന്നുള്ള മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അതൊന്നും നോക്കുന്നില്ല. എൻ്റെ പേഴ്സൺ എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ പേഴ്സൻ്റെ കൂടെ തേർഡ് പാർട്ടി ഉണ്ട്, എൻ്റെ പേഴ്സൺ തിരിച്ചു വരുമോ എന്തോ, കുറേ നാളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഇത് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ഇത് ഇത്രയുമാണ്. യൂണിവേഴ്സ് പറയുന്നത് സെൽഫ് ലവ് ചെയ്യൂ, അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യൂ, അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ എന്താണോ വിതയ്ക്കുന്നത് വിഷമം മാത്രം. അപ്പോൾ യൂണിവേഴ്സ് വിചാരിച്ചു നിങ്ങൾ എന്താണോ വിഷമിക്കുന്നത് അത് നിങ്ങൾക്ക് ഇരട്ടിയായി കിട്ടട്ടെ എന്ന് യൂണിവേഴ്സും വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. ആരെങ്കിലും ഇപ്പോൾ സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന സന്ദർഭമാണോ? പേഴ്സൺ വരുമ്പോൾ വരട്ടെ. എൻ്റെ ദിവസം ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് ഒരു ഗസ്റ്റായിട്ടാണ്. അല്ലാതെ ആരോടും ചേർന്ന് നിൽക്കാനോ ആരുടെ പങ്കാളിത്തം പിടിക്കാനോ അല്ല. ഞാൻ എന്നുള്ള ഒരു സോള്, ഒരു ശരീരം സ്വീകരിച്ചു ഈ ഭൂമിയിൽ വന്നത്. ഈ ഭൂമിയിലെ വാടകക്കാരനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ നല്ല രീതിയിൽ സന്തോഷിച്ചു, എൻ്റെ കർമ്മ ഇവിടെ പൂർത്തിയാക്കി സന്തോഷിച്ച് തിരിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ കർമ്മയിലൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ എനിക്ക് കിട്ടിയിരിക്കുന്ന എൻ്റെ ശരീരത്തെയും എൻ്റെ ആത്മാവിനെയും കിട്ടുന്ന ഓരോ നിമിഷവും ഞാൻ നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ യൂണിവേഴ്സിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അത് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ദിവസത്തെ നിങ്ങൾ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമോ കണ്ണീരോടെ കൊണ്ടുപോകണമോ എന്ന് ചിന്തിക്കുക. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ കാത്തിരിക്കുന്നത് അവർ നിങ്ങളെ ഓർക്കുന്നോ കരയുന്നോ എന്ന് പോലും നിങ്ങൾ അറിയുന്നില്ല. ഓക്കെ, അപ്പോൾ റിലേഷനിൽ നിന്ന് പുറത്തു പോയ വ്യക്തികൾ, മൂവ് ഓൺ ചെയ്ത വ്യക്തികൾ, റിലേഷൻഷിപ്പിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല, ഒരു പ്രതീക്ഷയും ഇല്ല എന്ന് വിചാരിക്കുന്ന വ്യക്തികൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജാണ് ഈ ഒരു. നിങ്ങളടുത്തും ഇത് തന്നെയാണ് പറയാനുള്ളത്. പെയിൻ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പോകുക. നിങ്ങൾക്കൊരിക്കലും ലൈഫില്ല, നിങ്ങളുടെ ജീവിതം നശിച്ചു, എൻ്റെ മുന്നിൽ എന്താണ് ഒന്നും കാണാത്തത്, ഇനി എൻ്റെ പേഴ്സൺ എന്നിലേക്ക് തിരിച്ചു വരില്ല, അതൊക്കെ ഓർത്തിട്ട് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷനാണ്. ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള ജീവിതത്തിലോട്ടാണ് നിങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. നിങ്ങൾ അൺകംഫർട്ടായിട്ടുള്ള രീതിയിലാണ് ഇപ്പം നിൽക്കുന്നതെങ്കിൽ അതിൽ നിന്ന് ചേഞ്ച് ആവുക. ഓക്കെ, നിങ്ങളുടെ രാത്രികൾ നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രിയാണെങ്കിൽ അതെല്ലാം നിങ്ങൾ മാറ്റി മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ഏറ്റവും കൂളാക്കി വെക്കുക. നിങ്ങളുടെ മനസ്സും ശരീരവും ഇപ്പം ഒരുപാട് ടെൻഷൻ കാരണം ഹീലാവാതെ ഇരിക്കുന്ന അവസ്ഥയാണ്. വീണ്ടും മുറിവ് ഏറ്റുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഷയത്തെ ഓർത്ത് വീണ്ടും വേദനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു തമാശ ഒരിക്കൽ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കും. വീണ്ടും ആ തമാശ കേട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ചിരിക്കും. പിന്നെയും കേട്ട് കഴിഞ്ഞാൽ ആ ചിരി കുറഞ്ഞു വരും. ഒരു 4-5 പ്രാവശ്യം സെയിം തമാശ തന്നെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചിരി പിന്നീട് അവസാനം നിങ്ങളത് ചിരിക്കാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തമാശ ഒരുപാട് വട്ടം കേട്ടാൽ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ വീണ്ടും ദുഃഖത്തിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾ എന്തിനാണ് വീണ്ടും ദുഃഖിക്കുന്നതെന്ന് ഒരിക്കൽ ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ചാർലി ചാപ്പിനാണ് അത് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് ഓർമ്മയിൽ നിൽക്കുന്നില്ല. അപ്പം സാഹചര്യം ഇതാണ്. നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ദുഃഖങ്ങൾ ഓർത്ത് വീണ്ടും എന്തിനാണ് വിഷമിക്കുന്നതെന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എന്തിനാണ് വിഷമിക്കുന്നതെന്നാണ് ഇവിടെ ചോദിക്കുന്നത് യൂണിവേഴ്സ്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാരിഫൈ ചെയ്യാം.
ഇതിനെല്ലാം ഇതായിട്ട് വന്നിരിക്കുന്നത് ഒറ്റ എനർജിയാണ്. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന്. 7 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അനുയോജ്യമായ കാര്യങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഓക്കെ, നിങ്ങൾ നിങ്ങളുടേതായ സാമ്പത്തിക കാര്യങ്ങളിലേക്ക് ശ്രദ്ധ വയ്ക്കുക, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ വയ്ക്കുക, നിങ്ങളുടെ ഫ്യൂച്ചർ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളിങ്ങനെ തളർന്നിരിക്കാതെ നിങ്ങൾ നിങ്ങളുടേതായ ലോകം തിരഞ്ഞെടുക്കുക. നിങ്ങൾ സ്ട്രെങ്ത് എടുക്കുക, സേവ് ചെയ്യുക, സമ്പാദിക്കുക. സമ്പാദ്യം എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ സമ്പാദിക്കുക, പണം സമ്പാദിക്കുക. ഓക്കെ, ലൈഫിൽ എന്തൊക്കെ നേടിയെടുക്കാൻ കഴിയുമോ അതെല്ലാം നിങ്ങൾ ഒരു ചലഞ്ച് പോലെ നേടിയെടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളെ ഓർത്തിട്ട് നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യാനുള്ളതല്ല. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷനുകളുണ്ട്. 7 ഓഫ് കപ്പ് ഒരുപാട് ഓപ്ഷനാണ് നിങ്ങൾക്കുള്ളത്. ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ തന്നെ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. തിരഞ്ഞെടുക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അടുത്തത് നോക്കാം. ഇത് റീയൂണിയൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. നിങ്ങൾ സ്ട്രെങ്ത് ആവാനാണ് പറയുന്നത്, വിഷമിച്ചിരിക്കരുത്. നിങ്ങൾ ധൈര്യപ്പെടുവാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ജസ്റ്റിസ് നിങ്ങൾ എന്താണോ ചെയ്തിട്ടുള്ളത്, നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്കനുസരിച്ചാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐക്യത്തോടു കൂടി ഇരിക്കുക. നിങ്ങളുടെ പേഴ്സൺ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഒരു കൂട്ടായ്മ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയും ഒരു കൂട്ടായ്മ പോലെ ആയിരിക്കണം. നിങ്ങൾ വീട്ടിലുള്ളവരുമായിട്ട് നിങ്ങൾ കൂട്ടായ്മയിൽ ചേരണം, എല്ലാവരുമായിട്ട് സന്തോഷത്തിൽ നിൽക്കണം, മറ്റുള്ളവരുമായിട്ട് നല്ല ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കണം. പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടി നമ്മൾക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലും നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ച് വേണം കടന്നു പോകാൻ കഴിയത്തില്ല. ചില റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. നിങ്ങൾക്ക് സഹിക്കാൻ കഴിയത്തില്ലായിരിക്കും. എങ്ങനെയാണെങ്കിലും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അത് മനസ്സിലാകാത്തവർ ഒരു കമൻറ്റ് ചെയ്യുക, ഞാനതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്, നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പം ആ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കുക. സാഹചര്യം നിങ്ങളുടേതാണ്, ടോക്സിക് ആയിട്ട് ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുവെങ്കിൽ വീണ്ടും ആ റിലേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണീര് മാത്രമായിരിക്കും ബാക്കി എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. എന്താണോ എന്നുള്ളത് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. സിറ്റുവേഷൻ നിങ്ങളുടേതാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് ഇവിടെ ക്വീൻ ഓഫ് സോർഡ് വന്നിരിക്കുന്നത്? നിങ്ങൾ ബൗണ്ടറി ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് തെറ്റായിട്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുക. നിങ്ങളെ ചതിക്കുന്നതായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളതെങ്കിൽ യൂണിവേഴ്സ് തന്നെ അത് പറയുകയാണ്. നിങ്ങളെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന്. അത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും നിൽക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വന്നു എന്ന് വിചാരിച്ച് ഒരിക്കലും പേഴ്സൺ ഒരു മാറ്റം സംഭവിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചതിൻ്റെ അതേ വേദന തന്നെ ആയിരിക്കും നിങ്ങൾക്ക് വീണ്ടും നേരിടേണ്ടതായിട്ട് വരുന്നത് എന്ന് നോക്കുക. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടേതെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. ഈ ഒരു എനർജി നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, അപ്പം യൂണിവേഴ്സ് പറയുന്നു, നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടാണോ പോയത്, നിങ്ങൾ ഒരുപാട് ചതിച്ചിട്ടുണ്ടോ, ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന് നിങ്ങൾ സ്വന്തമായി തീരുമാനമെടുക്കുക. നിങ്ങളുടെ ലൈഫിൽ വീണ്ടും നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ബൗണ്ടറി സെറ്റ് ചെയ്ത് നിർത്തേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, മൂവ് ഓൺ ചെയ്ത വ്യക്തികളിലേക്ക് വീണ്ടും നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പേഴ്സൺ വരുമോ പൂർണ്ണമായിട്ടും പേഴ്സൺ നിങ്ങളിൽ നിന്ന് വിട്ടുപോയി മറ്റൊരു റിലേഷൻഷിപ്പിലായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും വേണ്ട എന്ന് വിചാരിച്ച് അവസാനിച്ച റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇനി നിങ്ങൾ ജഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നിങ്ങൾ ജഗിൾ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളില്ല.
ഇല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുക, നിങ്ങളുടെ ജോബിലേക്ക്, ഒരുപാട് ജോബിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഒന്നിലധികം ജോബിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ആവുക. ഓക്കെ, ബിസി ആകുക. ഒരു ജോലിയിൽ മാത്രം ചെയ്ത് നിങ്ങൾ ടൈം ഒരുപാട് നിങ്ങൾക്കുണ്ടെങ്കിലാണ് ഓവർ തിങ്കിങ് വരുന്നത്. പക്ഷേ നിങ്ങൾ ഈ ഒരു സമയം മൾട്ടി ജോബിലേക്ക് നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ലൈഫിനെ ഒരു സന്തോഷത്തോടെ, ഒരു തമാശ പോലെ നിങ്ങൾ കാണുക. ഒരുപാട് ടെൻഷനോടുകൂടി നിങ്ങൾ കാണാതെ ഒരു സന്തോഷത്തോടു കൂടി നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ കാണുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ നോക്കാതെ ഇരിക്കുക. ഓക്കെ, ബാലൻസിങ്ങിൽ എന്ത് കാര്യമുണ്ടെങ്കിലും അത് നിങ്ങൾ ബാലൻസിങ്ങിൽ കൊണ്ടുവരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നമുക്കത് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, അതിൻ്റെ ക്ലാരിറ്റി നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലാനിങ് ആണ്. നിങ്ങൾ പ്ലാൻ ചെയ്യുക, നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് നിങ്ങൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുക. ഓക്കെ, ഒന്നിലധികം ജോലിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, ചെറിയ ഒരു ഗവൺമെൻറ് ജോലി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഓൾറെഡി ഒരു ജോലി ഉണ്ടെങ്കിലും അതിനെ ഒന്ന് ബാലൻസിങ്ങിൽ കൊണ്ടുപോകുന്നതിന് ഒരു ബാക്കപ്പിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഒരു കൈത്തൊഴിലും കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജോബിനോടൊപ്പം കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ബിസി ആവും. മറ്റുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഒരുപാട് ശ്രദ്ധ നിങ്ങൾക്ക് പോകില്ല. നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട സമയം വരത്തില്ല. ജീവിതം നല്ല സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുകയും നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരികയും ചെയ്യും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഓക്കെ, ലാസ്റ്റ് കാർഡാണ് ഇത്. റീയൂണിയൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ ഈ റീയൂണിയന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സ് രണ്ടായിട്ട് നിൽക്കുകയാണ്. ചില കാര്യങ്ങൾ വേണമോ വേണ്ടയോ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ചിന്ത എടുക്കാൻ പറ്റത്തില്ല. ഞാൻ മൂവ് ഓൺ ചെയ്യണമോ അതോ ഞാൻ നിൽക്കണമോ എന്നുള്ള രീതിയിൽ ചില സമയത്ത് ഇപ്പുറവും നിൽക്കുന്നില്ല, ഇപ്പുറവും നിൽക്കാത്ത ചില വ്യക്തികൾ ഈ വീഡിയോ കാണുന്നുണ്ട്. റീയൂണിയൻ വേണോ എന്ന് ചോദിച്ചാൽ വേണം, അതോ മൂവ് ഓൺ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂവ് ഓൺ ചെയ്യണം. അങ്ങനെയുള്ളവരുടെ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ രണ്ട് മനസ്സോടുകൂടി ഇരിക്കുന്നത്. അഥവാ പേഴ്സൺ വന്നു കഴിഞ്ഞാൽ റീയൂണിയൻ, അല്ലെങ്കിൽ പേഴ്സൺ പോവുകയാണെങ്കിൽ ഞാൻ മൂവ് ഓൺ ചെയ്യാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തി, എനിക്ക് ഈ റിലേഷനെ കുറിച്ച് ഒന്നും അറിയാൻ വയ്യ, മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത്, ഏത് സ്റ്റെപ്പാണ് എടുക്കേണ്ടത്, അങ്ങനെയൊന്നും അറിയാൻ വയ്യാതെ നിൽക്കുന്ന വ്യക്തികൾക്ക് തരുന്ന മെസ്സേജാണിത്. നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കാതെ ഏറ്റവും ചിന്തിച്ച് നിങ്ങളുടെ ആത്മാവിനോട് സ്പിരിച്വലായിട്ട് കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഇന്നർ വോയിസ് കേൾക്കുക. നിങ്ങളുടെ സോളിൻ്റേതായിട്ടുള്ള ശബ്ദം നിങ്ങളിലുണ്ട്. അതിനോട് ചോദിക്കുക, എന്താണ് ഞാൻ വേണ്ടത്, ഈ റിലേഷനിൽ നിൽക്കണമോ പോകണമോ, അനുഭവിച്ചത് നിങ്ങളാണ്. അപ്പം നിങ്ങളുടെ സോളിനാണ് അതിനെക്കുറിച്ച് ഏറ്റവും കറക്റ്റായിട്ടുള്ള ഉത്തരം പറയാൻ കഴിയുക. ഓക്കെ, അപ്പം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനോട് തന്നെ ചോദിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ സിറ്റുവേഷനെ നോക്കി ഭയപ്പെട്ട് നിൽക്കാതെ നിങ്ങൾ ഹാപ്പി ആകുക. നിങ്ങൾ സിറ്റുവേഷനെ ഹാപ്പി ആക്കി വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ സിറ്റുവേഷനെ നോക്കി ഇപ്പോൾ ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനെ കൂളായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങളുടെ ഹാർട്ടിനോട് ചോദിക്കുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ അടുത്ത് അഫർമേഷൻ ചെയ്യാനാണ് പറയുന്നത് യൂണിവേഴ്സ്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിരിക്കും. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താണോ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾ ഒരിക്കലും രണ്ട് മനസ്സോടുകൂടി ഇരിക്കാതെ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആ ഫോക്കസ് ചെയ്ത് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ വലിയ നന്മകൾ കടന്നു വരാൻ പോകുന്നു. നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് ഒരു കാര്യങ്ങളും ലൈഫിൽ നടക്കത്തില്ല. യൂണിവേഴ്സിൻ്റെതായ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ പോലെ നമ്മളുടെ സമയം നമുക്ക് അനുകൂലമായി കറങ്ങി വരുന്നത് വരെയും നിങ്ങൾ നിൽക്കുക. നിങ്ങൾ അഫർമേഷൻ ചെയ്ത് ഒരു മാനിഫെസ്റ്റ് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യാനാണ് നിങ്ങളുടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രോത്ത് ഉണ്ടാകും. നിങ്ങൾക്ക് ഏറ്റവും നല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതിൽ തന്നെ നിങ്ങൾ കടന്നു പോകുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ സ്പിരിച്വലിനോട് നിങ്ങളുടെ സോളിനോട് ചോദിച്ച് വേണം നിങ്ങൾ എടുക്കാൻ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് മനസ്സിലാക്കി വേണം നിങ്ങൾ ഡിസിഷൻ എടുക്കാനെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. അടുത്ത മൂവ് ഓൺ ചെയ്ത വ്യക്തികളുടെ
അവസാനത്തെ കാർഡ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, 4 ഓഫ് പെൻഡിക്കിൾ ആണ് വന്നിരിക്കുന്നത്. വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു മറ്റുള്ളവർക്ക് എന്താണോ, സ്നേഹമാണോ സമാധാനമാണോ, നിങ്ങളിൽ സമാധാനമുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. നിങ്ങളുടെ സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് സാമ്പത്തികം കൊടുക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിങ്ങളിലേക്ക് വേണ്ട കാര്യങ്ങളെ നിങ്ങൾ ആദ്യം ഡെപ്പോസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് സമാധാനമാണോ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്, ആ സമാധാനം ആദ്യം വരേണ്ടത് നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങളിൽ ഗ്രോത്ത് ആണോ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങളിൽ കൊണ്ടുവരണം ആദ്യം. അപ്പോൾ എന്തുണ്ടെങ്കിലും ആദ്യം നിങ്ങളിൽ വരണം. എന്നെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണ്ടത് സമാധാനമാണെങ്കിൽ ഉള്ളവർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിൽ ആദ്യം ഉണ്ടാക്കിയെടുക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എവിടെയെങ്കിലും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ അത് സൂക്ഷിച്ച് വേണം ചെയ്യണം എന്നാണ് യൂണിവേഴ്സ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, നിങ്ങൾ വർക്ക് ചെയ്യുക. ഓക്കെ, എല്ലാ കാര്യത്തിലും നിങ്ങൾ അതിൻ്റെതായ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ചെയ്യുക. യൂണിവേഴ്സ് പറയുന്നത് വിതച്ചെങ്കിൽ മാത്രമേ കൊയ്യാൻ കഴിയുകയുള്ളൂ. അപ്പം നിങ്ങൾ വിതയ്ക്കുന്നത് ഇപ്പം ഇങ്ങനെ ഇരുന്ന് ഒരു സങ്കടത്തോടുള്ള കാര്യങ്ങളാണെങ്കിൽ ചെയ്യുന്നത് ചിലപ്പോൾ സങ്കടം തന്നെ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഉയർച്ച വേണമെങ്കിൽ, ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് മാറണമെങ്കിൽ നിങ്ങളത് വിതയ്ക്കുക തന്നെ ചെയ്യണം. നിങ്ങൾ സമാധാനത്തെ വിതയ്ക്കുക. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനുണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിത് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. മറ്റുള്ളവരെ നിങ്ങൾ സമാധാനപ്പെടുത്തുക. നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും വിഷമിച്ച് വരുന്നതെങ്കിൽ അവർക്ക് സമാധാനം കൊടുക്കുക, മോട്ടിവേഷൻ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ലഭിക്കത്തില്ല. ഇത് തന്നെയാണ് ഇവിടെയും വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ തുടർച്ചയായിട്ട് വരുന്നു. നിങ്ങൾക്ക് പേഴ്സൺ പോയി മൂവ് ഓൺ ചെയ്തതിൽ നിങ്ങൾക്ക് ഭയങ്കര ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ മൂവ് ഓൺ ആയിട്ടില്ല. നിങ്ങളുടെ പേഴ്സൺ മൂവ് ഓൺ ചെയ്ത് പോയെങ്കിലും നിങ്ങൾക്ക് മൂവ് ഓൺ ആവാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് ഇപ്പോഴും കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മാറുക. വീണ്ടും പഴയ കാലത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കാതിരിക്കുക. നിങ്ങൾ വീണ്ടും റിലേഷൻഷിപ്പ് വീണ്ടും പെയിൻ സിറ്റുവേഷനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദയവായി മൂവ് ഓൺ ചെയ്ത വ്യക്തികൾ, ഞാനൊരു റിക്വസ്റ്റാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ വീണ്ടും ടാരോ റീഡ് നോക്കരുത്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഈ ഒരു അവസ്ഥയിലേക്ക് മാത്രമായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് വരുന്നത് എന്തായാലും ടാരോ റീഡ് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ പറയും. അതിലെന്തായാലും പെയിൻ ആയിരിക്കും. നിങ്ങൾ വീണ്ടും അത് കേട്ടിരുന്ന് വേദനിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. മൂവ് ഓൺ ആയിട്ടുള്ള വ്യക്തികൾ, പുതിയ റിലേഷൻഷിപ്പ് അന്വേഷിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് അന്വേഷിച്ച് പോകുന്ന വ്യക്തികൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ടാരോ റീഡ് ദയവായി നോക്കരുത്. നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ കഴിയില്ല. മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ടാരോ റീഡ് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം നിങ്ങളുടെ മാനസികാവസ്ഥയാണ് എല്ലാത്തിലും പ്രധാനം. നിങ്ങൾക്ക് ഈ ഒരു അഡിക്ഷനിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകത്തില്ല. ഓക്കെ, അപ്പം പേഴ്സൺ പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇത് ഈ റിപ്പീറ്റായിട്ട് വന്നത് കൊണ്ടാണ് പറയുന്നത്. മൂവ് ഓൺ ചെയ്ത വ്യക്തികൾക്കാണ് ഇവിടെ ഒരുപാട് പെയിൻ സിറ്റുവേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, റീയൂണിയന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അത്രത്തോളം പെയിനൊന്നുമില്ല. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ പെയിൻ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അതല്ലെങ്കിൽ അവർക്ക് പ്രതീക്ഷയുണ്ട്. ഓക്കെ, റീയൂണിയനുള്ള വ്യക്തികൾ മൊത്തം പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രതീക്ഷയ്ക്കും ഉള്ള കാര്യങ്ങളില്ല. എല്ലാം അസ്തമിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിനി ടാരോ റീഡ് കാണരുതെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. പിന്നെ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. വീണ്ടും പെയിൻ ആണ് നിങ്ങൾ ഇതിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ പെയിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പെയിൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പെയിനിലോട്ട് ഇനി തിരിച്ച് നോക്കരുത്. പഴയ കാര്യങ്ങളിലേക്ക് നോക്കരുത്. പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഗ്രോത്ത് നോക്കുക. നിങ്ങളുടെ ജോലിക്ക് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. പുതിയ റിലേഷൻഷിപ്പിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, പഴയ കാര്യത്തിലേക്ക് നിങ്ങൾ നോക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, പഴയ കാര്യം ഇതാണ്. പഴയ കാര്യം എന്ന് പറയുമ്പോൾ ഇതിലോട്ട് നിങ്ങൾ നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്. നിങ്ങൾ പുതിയ കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ
റീഡിങ് ഇത് 2 പേർക്കും ഉള്ളതായിട്ടാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇത് റിക്വസ്റ്റ് റീഡിങ് ആയതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഡിവോഴ്സ് ആയ വ്യക്തികൾക്കും അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്ത പേഴ്സൺ വിട്ടുപോയി മൂവ് ഓൺ ചെയ്ത വ്യക്തികൾക്കും വേണ്ടി ഉള്ള ഒരു റീഡിങ് എടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഓവറോൾ എനർജി എന്ന് പറയുന്നത് 7 ഓഫ് കപ്പാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഡിവൈൻ പവർ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുക. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഏറ്റവും എനർജി ആയിട്ടുള്ള ഒരു തലച്ചോറ് തന്നിട്ടുണ്ട്. ആ തലച്ചോറ് വർക്ക് ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് തരമാണെന്നും ഇനിയും നിങ്ങൾ ആ റിലേഷൻഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യണമോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഒരിക്കലും യൂണിവേഴ്സ് വന്ന് നിന്ന് ഒന്നും ചെയ്തു തരത്തില്ല. യൂണിവേഴ്സ് നമുക്ക് കൈ തന്നിട്ടുണ്ട്, കാല് തന്നിട്ടുണ്ട്, നല്ല രീതിയിലുള്ള ബുദ്ധി തന്നിട്ടുണ്ട്, തലച്ചോറ് പ്രവർത്തിക്കുന്നുണ്ട്, ആരോഗ്യം തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ യൂണിവേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് അത്രയും മതി. അപ്പോൾ അത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇനിയും നമ്മൾ കൈ നീട്ടുക. ഇനി എൻ്റെ ലൈഫിൽ എന്തെങ്കിലും എന്നെ കാരണം ആഹാരം എല്ലാം വിളമ്പി നമ്മുടെ കയ്യിൽ കൊണ്ട് വന്നിട്ടും അതെടുത്ത് കഴിക്കാനുള്ളത് പോലും ആ ബുദ്ധി പോലും നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിന് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് തലച്ചോറ് തന്നിട്ടുണ്ട്. റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മൂവ് ഓൺ ചെയ്തവർ ഇനി എന്താണ് ചെയ്യേണ്ടത്? പഴയ കാര്യം ഓർത്ത് കരയുന്നോ എന്നാണ് നിങ്ങളുടെ തലച്ചോറ് പറയുന്നതെങ്കിൽ അത് തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, റീയൂണിയൻ ആഗ്രഹിക്കുന്ന വ്യക്തികളടുത്തും യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾക്കുള്ളത് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണോ? തേർഡ് പാർട്ടിയിൽ നിങ്ങളെ ചതിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾ വീണ്ടും ആ റിലേഷൻഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണോ? നിങ്ങളുടെ പേഴ്സൺ മാറി വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വേണം റിലേഷൻഷിപ്പിന് വേണ്ടി റീയൂണിയന് വേണ്ടി നിൽക്കാനെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. എല്ലാവർക്കും തലച്ചോറ് തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ചോദിക്കും യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊണ്ടയിൽ അടച്ചുപോയി. ഓക്കെ, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു.